നമസ്കാരം. നമ്മുടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ബാങ്ക് അക്കൗണ്ടുകൾ എന്തൊക്കെയാണ്, പ്രവാസികൾ ഉപയോഗിക്കേണ്ട ബാങ്ക് അക്കൗണ്ടുകൾ പലതരത്തിലുണ്ട്, അത് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രവാസികളായി ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ വ്യക്തിക്ക് മെയിനായിട്ട് 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും പറയുന്നത് പോലെ NRE അക്കൗണ്ട്, അതുപോലെ തന്നെ NRO അക്കൗണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അക്കൗണ്ടുകൾ പരിചിതമായിരിക്കും. അതുപോലെ തന്നെ FCNRA അക്കൗണ്ട്, FCNRA അക്കൗണ്ട്, ഇങ്ങനെ 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഈ NRE അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നോൺ റെസിഡൻഷ്യൽ എക്സ്റ്റേണൽ എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് നോൺ റെസിഡൻഷ്യൽ ഓർഡിനറി അക്കൗണ്ടാണ് NRO അക്കൗണ്ട് എന്ന് പറയുന്നത്, നോൺ റെസിഡൻഷ്യൽ ഓർഡിനറി അക്കൗണ്ട്. ഇനി FCNRA എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ വലിയ രീതിയിൽ പ്രചാരത്തിലില്ലാത്ത ഒരു അക്കൗണ്ടാണ്. അതായത് ഫോറിൻ കറൻസി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഫോറിൻ കറൻസി നോൺ റെസിഡൻഷ്യൽ അക്കൗണ്ടാണ് ആക്ച്വലി FCNRA അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിൽ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഒരു NRE ആകുമ്പോൾ ആ NREയുടെ എല്ലാ പ്രിവിലേജുമുള്ള അക്കൗണ്ടിനെ വേണമെങ്കിൽ നമുക്ക് NRE അക്കൗണ്ട് എന്ന് പറയാൻ പറ്റും. അതായത് ഈ അക്കൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ടാക്സ് ഫ്രീ ആണ്, ടാക്സ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് എത്ര കാശ് വേണമെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് ഇടുകയും അതുപോലെ തന്നെ നമുക്ക് പിൻവലിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ബാധ്യതകളും അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇല്ലാത്ത ഒരു അക്കൗണ്ടാണ് ഈ പറയുന്ന അക്കൗണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം, എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം, എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. യാതൊരു തരത്തിലുള്ള പരിമിതികളും ഈ അക്കൗണ്ടിൽ പൊതുവെ കാണാറില്ല. ഇനി NRO അക്കൗണ്ട് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇന്ത്യൻസായി നിൽക്കുന്ന പല ആൾക്കാർക്കും പലപ്പോഴും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നാട്ടിൽ ചിലപ്പോൾ ഗൾഫുകാർക്ക് നാട്ടിൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ വാടക, ഇനി നാട്ടിലെ വീട്ടിലുള്ള യൂട്ടിലിറ്റി ബില്ലുകൾ, അതായത് നമ്മുടെ കറണ്ട് ബില്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബില്ലുകൾ നിങ്ങൾക്ക് അടക്കണമെങ്കിൽ ഈ പറയുന്ന ബിൽസ്, യൂട്ടിലിറ്റി ബില്ലുകൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അക്കൗണ്ടായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ എന്തെങ്കിലും തരത്തിൽ നമ്മളെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസിലുള്ള എന്തെങ്കിലും വരുമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അക്കൗണ്ട് മുഖാന്തരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതിൽ വരുമാനത്തിന്, അതായത് ഇൻട്രസ്റ്റിന് ടാക്സ് ഉണ്ട്, ടാക്സ് ഉണ്ട്, ശ്രദ്ധിക്കുക, ഇതിൽ ടാക്സ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ ചില പരിമിതികൾ പറയുന്നുണ്ട്. അതായത് $1 മില്യൺ, അതായത് 8.5 കോടി രൂപ ഒരു വർഷം നമുക്ക് ഈ അക്കൗണ്ടിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നിബന്ധനകളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി പല ആൾക്കാർക്കും നാട്ടിൽ പല ഇന്ത്യൻ രൂപയിൽ പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യൻ രൂപ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ നടക്കുന്ന ഒരു കറൻസിയാണ്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞു എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ FCNRA അക്കൗണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനങ്ങൾ ഡോളറായിട്ട് അതുപോലെ തന്നെ പൗണ്ടായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് FCNRA അക്കൗണ്ട്. പല കാര്യങ്ങളും ഈ FCNRA അക്കൗണ്ടിൽ NRE അക്കൗണ്ട് പോലെ തന്നെയാണ്. പലതിനും നികുതി, അതായത് ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പലതും എക്സംപ്റ്റഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന അക്കൗണ്ടുകൾ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാട്ടിലേക്ക് നമ്മൾ കാശ് അയക്കുമ്പോൾ പരമാവധി NRE അക്കൗണ്ടിലേക്ക് തന്നെ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും. ഈ അക്കൗണ്ട് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ്. ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഇത് മെയിനായിട്ട് ഫോറിൻ കറൻസിയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബാങ്കിങ്ങുമായിട്ട് നമുക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്താ വെച്ചാൽ, ഗൾഫിൽ പോയാൽ ഉടനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം, ഗൾഫിൽ പോയ ഉടനെ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ NRE, അതായത് പ്രവാസിയായി നിങ്ങൾ മാറുന്ന നിമിഷം മുതൽ നിങ്ങൾ ഇന്ത്യൻ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നേക്കാം. കാരണം NRE അക്കൗണ്ട്, NRO അക്കൗണ്ട്, FCNRA അക്കൗണ്ട്, ഈ 3 അക്കൗണ്ടുകളാണ് പ്രവാസികളായ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ നിയമം അനുവദിക്കുന്ന അക്കൗണ്ടുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ SB അക്കൗണ്ട് പോലെ ഉള്ള അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ NRE, NRO പോലെയുള്ള അക്കൗണ്ടിലേക്ക് മാറ്റുക.
ഇനി അടുത്തത് നികുതിയുടെ കാര്യമാണ്. ടാക്സ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ, ഷെയർ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് വാടക പോലെയുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മുടെ നാട്ടിലുള്ള ടാക്സ് സ്ലാബുകൾ എന്താണോ എന്ന് നോക്കുക, മനസ്സിലാക്കുക, ആ കൃത്യമായ ടാക്സുകൾ അടക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു കാര്യം KYC അപ്ഡേഷനാണ്. അതായത് ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ UAE-യിലാണ് ജോലി ചെയ്യുന്നത്, നമ്മുടെ എമിറേറ്റ്സ് ഐഡിയുടെ വാലിഡിറ്റി തീരുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിസ വാലിഡിറ്റി തീരുകയാണ്. നിങ്ങൾക്ക് ആ വിസ വാലിഡിറ്റി അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊരു ബാങ്കിൽ നിന്നൊരു മെയിൽ വരും, അതായത് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ ബാങ്കിൽ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയം തന്നെ ഇവിടെയും അത് റിന്യൂഡ് ആണ്, അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു എന്ന കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് മെയിലുകൾ അയക്കണം. അടുത്തൊരു കാര്യം, മെയിലിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ പോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ യഥാസമയങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജുകളും കാര്യങ്ങളും കിട്ടുള്ളൂ. അടുത്തൊരു കാര്യം ഡിജിറ്റൽ ബാങ്കിങ് ആണ്. നമ്മൾ പല പ്രവാസികളും ഇന്ന് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ തുടങ്ങിക്കോളൂ. ഡിജിറ്റൽ ബാങ്കിങ്, നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് പോലെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ, മൊബൈൽ ബാങ്കിങ് പോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ബാങ്കുമായിട്ട് നിങ്ങളുടെ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, മൊബൈൽ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, നോമിനിയെ നിർബന്ധമായിട്ട് ആഡ് ചെയ്യുക. ഒരു കാരണവശാലും നോമിനിയെ ആഡ് ചെയ്യാതിരിക്കരുത്. പലപ്പോഴും നാട്ടിൽ നമ്മുടെ ഒരു ഡിമൈസിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. പ്രവാസികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, NRI അക്കൗണ്ട് തന്നെ കാശ് അയക്കാൻ ശ്രദ്ധിക്കുക. NRE അക്കൗണ്ടിലാണ്, NRO അക്കൗണ്ടിൽ അയക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാവിയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, FCNRI അക്കൗണ്ടിലും NRE അക്കൗണ്ടിലും ഒരുപാട് തരത്തിലുള്ള നികുതി ഇളവുകൾ ഉണ്ടാവാറുണ്ട്. ഈ നികുതി ഇളവുകളും കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ കോമ്പൗണ്ടിങ് പോലെ ഒരുമിച്ച് ഒരേ കാര്യമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് NRE അക്കൗണ്ട്, NRO അക്കൗണ്ട്, FCNRI അക്കൗണ്ട്, ഈ മൂന്നിൻ്റെയും ബ്യൂട്ടി അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ, നിയമപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള നല്ലൊരു പ്രവാസ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്.